ഈ പ്രധാനമന്ത്രിക്ക് ഇനിയിപ്പം നന്ദി എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ 100% കയറി അങ്ങ് മെഴുകി. പൊതുവെ നമ്മുടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങൾ ചേട്ടൻ ഫസ്റ്റ് പറഞ്ഞ റോഡ് ഓക്കെ, അത് നല്ലൊരു കൺസെപ്റ്റാണ്. ഈ പറഞ്ഞ പോലെ തിരക്ക് ഒഴിവാക്കാനുള്ളത് നല്ലൊരു കൺസെപ്റ്റാണ്. അതേപോലെ തന്നെ പുതിയത് വേറെ ഏതെങ്കിലും കൊണ്ടുവന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത് വികസനമാണ്? എന്തെങ്കിലും ഇപ്പോൾ റോഡ് വന്നു, അതേപോലെ വേറെ എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക മാതൃകയാക്കണമെങ്കിൽ ഗുരുവായൂരിന് കണ്ടുപഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ അതെ, അതെങ്ങനെ നടപ്പാക്കാം? എങ്ങനെ ജനങ്ങൾക്ക് വേണ്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീടുകളായിക്കോട്ടെ, കുടിവെള്ളമായിക്കോട്ടെ, അതിനിപ്പോൾ ക്ഷാമം എന്ന് പറയാൻ ഇപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അത് എനി ടൈം മിക്കവാറും ദിവസങ്ങളിലും ഞാൻ അവിടെ ഉള്ളതല്ല ആൾ തന്നെ. അപ്പം ജസ്റ്റ് ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ അതൊരു ഞങ്ങളുടെ പ്രദേശത്ത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല. ഇപ്പം ഇല്ല, ഇപ്പോൾ നല്ല കുറേ വർഷങ്ങളായിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പലരും പറയും അത് കിട്ടിയില്ല അത് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രമിച്ചാലല്ലേ പല കാര്യങ്ങളും നടക്കും. ഇത് തന്നെ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതങ്ങനെയാണ്. ഞങ്ങളുടെ പരിസരത്തൊന്നും അങ്ങനെ ഒരു വിഷയങ്ങളായിട്ട്. അമൂല്യമായ ആ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്തതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. തോന്നിയിട്ടില്ല. ഇന്ത്യ പാക് വാർ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ തിരിച്ചടിച്ചത് അനുയോജ്യമായ, അതായത് തിരിച്ചടിച്ചത് കറക്റ്റ് ടൈമിംഗ് ആണോ, അതോ ഇനിയും കാത്തിരിക്കണോ, അതോ അടിക്കുമ്പോൾ നല്ല രീതിയിൽ ഇനിയും കൂടുതൽ അടിക്കണമായിരുന്നോ? ഇനിയും കൂടുതൽ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ നാശനഷ്ടങ്ങളാണ് രണ്ട് ഭാഗത്തും ഉള്ളത്. അതെ, പക്ഷേ നമ്മളായിട്ട് ഒന്നിനും ശ്രമിച്ചിട്ടുമില്ല, നിന്നിട്ടുമില്ല. കാലങ്ങളായിട്ട്, അതായത് എനിക്കിപ്പം 54 വയസ്സ്, കാലങ്ങളായിട്ട് ഇവർ തന്നെയാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഓരോന്ന് എന്ത് തന്നെ ആയിക്കോട്ടെ, പല രീതിയിലും. ഇപ്പം ഈ തിരിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ചെയ്യുന്നത്. ഈ പ്രധാനമന്ത്രിക്ക് ഇനിയിപ്പം നന്ദി എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. അത്രയും നല്ലൊരു തിരിച്ചടിയാണ് ഇപ്പോൾ കൊടുത്തത്. പക്ഷെ നമ്മൾ വേണം പറഞ്ഞ് ചെയ്തതല്ല. കൂടുതൽ വേണ്ടിയിരുന്നു, അതോ കുറഞ്ഞു പോയോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ഒരാളെ ഒരുപാട് നഷ്ടപ്പെടുത്താനും പറ്റത്തില്ല. അവർ ഇനിയെങ്കിലും പാഠം പഠിക്കട്ടെ, ഇതിലൂടെയെങ്കിലും. പാഠം പഠിക്കുന്നില്ല, അതുകൊണ്ട് ഇനിയെങ്കിലും അവരൊരു പാഠം പഠിക്കട്ടെ. ഇനി ഇത് ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളും, നമ്മുടെ രാജ്യം മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങൾക്കും ഉപദ്രവപരമായിട്ടൊന്നും ചെയ്യാതിരിക്കാൻ തോന്നട്ടെ എന്ന് പറയും. നമ്മളിപ്പോൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, അവരായിട്ട് ചെയ്തു, അവരായിട്ട് അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ പഞ്ചായത്ത്, ചേട്ടൻ ഏത് പഞ്ചായത്താണ്? നമ്മൾ പുതുപ്പുരയാണ്. പാലക്കാട്. ഓക്കെ. പുതുപ്പുരത്തെ ഇപ്പോഴത്തെ പഞ്ചായത്തിൻ്റെ ഭരണം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ചേട്ടാ, ബേസിക്കായിട്ട് ഞാൻ ശരിക്കും എറണാകുളമാണ്, പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ പാലക്കാട് അപേക്ഷിച്ച് നല്ലതാണ്, നമ്മുടെ ഒരു ഏരിയ നല്ലതാണ്. പുതുപ്പുരം ഈ പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെ കൊണ്ടുവന്നാൽ നന്നായിട്ടുണ്ടാകും എന്നുള്ളൊരു അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ കുറവാണ്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് മീൻസ് ഒരു ടൗൺ ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. അതിപ്പോൾ ഒരു 4-5 മാസം മുമ്പ് എന്തോ ആണ് അതിൻ്റെ ഇത് കഴിഞ്ഞത്, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ പുതിയത് കൊണ്ടുവന്നാൽ പുതുപ്പുരത്ത് നന്നായിട്ടുണ്ടാവും എന്നുള്ളൊരു ഐഡിയ, ചേട്ടൻ്റേതായിട്ടുള്ളൊരു ഐഡിയ? അങ്ങനെ കറക്റ്റായിട്ട് നമുക്കതൊരു ഐഡിയ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ പുതിയ സിനിമകൾ കുട്ടികളിൽ വയലൻസ് ഉളവാക്കുന്നു എന്നുള്ളൊരു ഒരു ടോക്ക് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അങ്ങനെയുള്ള സിനിമകൾ ഇനി വരണോ, അതോ? ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ്, വടക്കഞ്ചേരി, ചിറ്റൂർ. എന്താണ് അങ്ങനെയുള്ള സിനിമകൾ ഇനി വരണോ, അതോ അത് വരുന്നത് നല്ലതാണോ, അതോ ആ സിനിമ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? സിനിമ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ അത് നമ്മൾ എടുക്കുന്ന പോലെയാണല്ലോ. നമ്മളൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു സിനിമ, ഇപ്പോൾ ഒരു മോഹൻലാലിൻ്റെ സിനിമ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു കമാൻഡോ ആയിട്ടായിരിക്കാം. രാജ്യസ്നേഹത്തിൻ്റെ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു ജവാനാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. നോർമലി ഇപ്പോൾ ഉണ്ണിമൂന്നിൻ്റെ ഒക്കെ ഒരു സിനിമ വരുമ്പോൾ ഒരിക്കലും ആ ഒരു വയലന്റ് മോഡിലേക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെ ഒരു ഇതുപോലെ ഇരിക്കും, മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അതെ, ആ പടത്തിലെ കുറേ സീക്വൻസുകൾ നമ്മളിലും അത് ഒരു ക്രിമിനൽ മൈൻഡ് അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ഇപ്പോഴത്തെ വരുന്നുണ്ട് പുതിയ പിള്ളേർക്കിടയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഡിപ്പെൻസ്. അതിപ്പോൾ നമ്മുടെയൊക്കെ ഒരു തലമുറ ഒരു
വെച്ച് നോക്കുമ്പോൾ അവർ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനെ നമുക്ക് ഒരിക്കലും അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു അറിയാലോ, അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പം ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ തിരിച്ചടി കുറഞ്ഞു പോയോ അതോ കൂടുതലാവേണ്ടിയിരുന്നോ അതോ വൈകിപ്പോയോ? എങ്ങനെയാണ് അതിൻ്റെ ഞാനിപ്പോൾ ആ ഒരു തീരുമാനത്തോടു കൂടി യോജിക്കുന്നുണ്ടോ? ഇന്ത്യ എടുക്കുന്ന നിലപാടിനോട് 100% യോജിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചടിച്ചത് കുറച്ച് വൈകിപ്പോയി അങ്ങനെ തോന്നുന്നുണ്ടോ? അത് സ്ട്രോങ് ആയിട്ട് കൊടുക്കണം അങ്ങനെ സ്ട്രോങ് ആയിട്ട് കൊടുക്കണം. ഏത് രീതിയിലാണ് ചേട്ടൻ്റെ ഒരു മാസ്റ്റർ പ്ലാനിങ് എന്ന് പറയുന്നത്? എങ്ങനെ കൊടുത്താൽ അവർക്ക് മർമ്മത്തിൽ കൊള്ളും എന്നുള്ള ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്? അല്ല, ഇപ്പോൾ ഇന്ത്യനെ അപേക്ഷിച്ചെന്ന് പറയുന്ന നേരത്ത് ഇന്ത്യ ആദ്യം ചെയ്തത് ഒരിക്കലും അവരുടെ ഒരു സിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സൈനിക ക്യാമ്പ് അതൊന്നുമല്ല അറ്റാക്ക് ചെയ്തത്. നോർമലി ഭീകരവാദത്തിനെതിരായിട്ടാണ് ഇന്ത്യ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി എന്ന് പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല. അതിലൊരുപാട് കർഷകരും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടിപ്പോൾ നമ്മൾ 100% യോജിക്കുന്നുണ്ട്. കാരണം നമ്മളെ കയറി ചൊറിയാൻ വന്നുകൊണ്ടാണ് നമ്മൾ തിരിച്ചടിയും ആദ്യം. അല്ല, കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കണമായിരുന്നു എന്ന് തോന്നിയിരുന്നു. അടിക്കുമ്പോൾ നല്ല പവർഫുള്ളായിട്ട് അടിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ അടിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോൾ കൊടുത്തതല്ലാതെ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു ജവാനാണെങ്കിൽ അല്ലെങ്കിൽ ചേട്ടനാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് പണി കൊടുക്കാം എന്നുള്ളൊരു ഇപ്പോഴത്തെ ഇതിൽ സൈന്യത്തിനാണ് പൂർണ്ണ ചുമതല കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ 100% കയറി അങ്ങ് മെഴുകി. അതാ ചോദിച്ചു, അത് ഏത് രീതിയിൽ കൊടുക്കും എന്നുള്ളത്. ഏത് രീതിയിൽ എന്ന് പറയാൻ നേരത്ത് നമുക്കിപ്പോൾ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബ്ലഡ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഇനി ഒരിക്കലും ചൊറിയാൻ വരാത്ത രീതിയിൽ പ്രതികരിക്കും. നല്ല രീതിയിൽ തീർച്ചയായിട്ടും. ഓക്കെ, എനിവേ താങ്ക് യു ചേട്ടാ.